നമസ്കാരം. പ്രധാന വാർത്തകൾ. റബ്ബർ റോളറുകളിൽ മോട്ടോർ ഘടിപ്പിച്ചതിന്റെ പേരിൽ KSEB ഉദ്യോഗസ്ഥർ കർഷകരെ പീഡിപ്പിക്കുന്നതായി കർഷക യൂണിയൻ എം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETO നേതൃത്വത്തിൽ അധ്യാപകരും സംസ്ഥാന ജീവനക്കാരും തൊടുപുഴയിൽ കൂട്ടധർണ നടത്തി. കോലാനി ബൈപ്പാസ് ജംഗ്ഷൻ പൊടിയിൽ മുങ്ങുന്ന നടപടിയിൽ നിന്ന് PWD പിന്തിരിയണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. റബ്ബർ റോളറുകളിൽ മോട്ടോർ ഘടിപ്പിച്ചതിന്റെ പേരിൽ KSEB ഉദ്യോഗസ്ഥർ കർഷകരെ പീഡിപ്പിക്കുന്നതായി കർഷക യൂണിയനും. റബ്ബർ ഷീറ്റ് അടിക്കുന്നതിനു വേണ്ടി മോട്ടോർ ഉപയോഗിക്കുന്ന ചെറുകിട കർഷകരെ വ്യവസായത്തിന് കറണ്ട് ഉപയോഗിച്ചു എന്ന പേരിലാണ് KSEB ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കുന്നത്. ഒരു കൊല്ലം 100-ൽ താഴെ ടാപ്പിംഗ് ദിവസങ്ങൾ കിട്ടാറുള്ളൂ. ടാപ്പിംഗ് ദിവസങ്ങളിൽ 15-20 മിനിറ്റാണ് മോട്ടോർ പ്രവർത്തിക്കുന്നത്. എന്നാൽ 365 ദിവസവും 24 മണിക്കൂറും മോട്ടോർ പ്രവർത്തിപ്പിച്ചു എന്ന് കണക്കാക്കി 1 ലക്ഷം രൂപ വരെ പാവപ്പെട്ട കർഷകരിൽ നിന്ന് പിഴയായി ഈടാക്കുകയാണ്. വകുപ്പ് മന്ത്രി അറിയാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു. നേതാക്കളായ ടോമി കാവാലം, C ജയകൃഷ്ണൻ, വിൻസ് കളപ്പുര എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. റബ്ബറിൻ്റെ ഷീറ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ റോളറിൽ ഘടിപ്പിക്കുന്ന ആ മോട്ടർ മിക്ക കർഷകരും സെക്കൻഡ് ഹാൻഡാണ് വാങ്ങുന്നത്. അത് ഫിറ്റ് ചെയ്യുന്നതിനടക്കം ഈ സെക്കൻഡ് ഹാൻഡ് അരയുടെ മോട്ടറാണ്, കേവലം അരയുടെ മോട്ടർ മാത്രമാണ്. അതെന്തുമാത്രം കറണ്ട് എടുക്കും എന്ന് ഏവർക്കും അറിയാം. അത്തരത്തിലുള്ള ആ മോട്ടർ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. 365 ദിവസവും ഇതാണ് റബ്ബർ ഷീറ്റ് അടിക്കലാണ് എന്ന വ്യാജേന എന്ന കണക്കിൽ റെയ്ഡ് നടത്തി വൻതുക പിഴ ഈടാക്കാനുള്ള എന്തോ ഒരു വലിയ ഗൂഢശ്രമം പോലെ റബ്ബർ കൃഷിക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുകയാണ്. 30-50 കോടി രൂപ കേരളത്തിലെ കോർപ്പറേറ്റ് കമ്പനികൾക്ക്, കുത്തകക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോഴാണ് റബ്ബർ കർഷകർ അവർ 8-10 ഷീറ്റ് ഉൽപ്പാദിപ്പിച്ച് അത് പുകച്ച് കടയിൽ കൊണ്ട് കൊടുത്ത് ഇന്ന് വില 180 കർഷകന് കിട്ടും, 176 കിട്ടുകയില്ല. എന്നിരിക്കെ അവർക്ക് 1 ലക്ഷം റുപ്യയുടെ ശിക്ഷ വരുന്നത് അതെല്ലാ വർഷവും വരികയാണ്. 30,000 രൂപയുടെ പോലും റബ്ബർ വെട്ടിയിട്ടില്ല ഒരു മനുഷ്യൻ പോലും ഈ കേരളത്തിൽ ഈ വർഷം. ഇത് KSEB മന്ത്രി അറിഞ്ഞിട്ടുണ്ടോ? KSEBയുടെ ചീഫ് എഞ്ചിനീയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവുണ്ടോ? അവർക്ക് അങ്ങനെ ഒരു ഉത്തരവ് കൊടുത്തിട്ടുണ്ടോ കേരളത്തിൽ എമ്പാടും ഇതിങ്ങനെ റെയ്ഡ് ചെയ്യാൻ? ജനപക്ഷ മനസ്സുള്ള ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ഇക്കാര്യം അടിയന്തരമായി ഇടപെട്ടിട്ട് ഉത്തരവിലൂടെ ഇങ്ങനെ ഈടാക്കിയിരിക്കുന്ന, ശിക്ഷ വിധിച്ചിരിക്കുന്ന കർഷകരെ വിളിച്ച് മാപ്പ് പറഞ്ഞ് അവരുടെക്ക് പെനാൽറ്റി കൊടുത്തുകൊണ്ട് ആ തുക ഈടാക്കുന്നില്ലെന്ന് പിൻവാങ്ങുകയും ഒരാളുടെ മേലും, ഒരു കർഷകരുടെ മേലും ഇത് ഉണ്ടാവുകയില്ലെന്ന് ബഹുമാനപ്പെട്ട ആര്യാടൻ മുഹമ്മദ് മന്ത്രി പറയും വരെ കർഷക യൂണിയൻ ഈ കാര്യത്തിൽ എടമരം നോക്കാതെ നിരങ്കുശമായ സമരത്തിലേക്ക് മാറുകയാണ്. കാരണം ഇത് അത്രമാത്രം ജനദ്രോഹപരമാണ്. വിലക്കയറ്റം തടയുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETO നേതൃത്വത്തിൽ അധ്യാപകരും സംസ്ഥാന ജീവനക്കാരും തൊടുപുഴയിൽ കൂട്ടധർണ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന ധർണ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TR സോമൻ ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ പ്രസിഡന്റ് TM സുബൈർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ TM ഗോപാലകൃഷ്ണൻ, TM ഹാജറ, VV പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ നിരക്കിൽ 4% വർധനവരുത്തിയോടുകൂടി വീണ്ടും കമ്പോളം വലിയ തോതിൽ ഇടിയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗം സ്ഥിരത കൈവരിക്കണമെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് മെച്ചപ്പെടണമെങ്കിൽ ആഭ്യന്തര കമ്പോളത്തിൽ നിന്ന് കടം കൊള്ളുകയും അത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പുതിയ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്താനും യഥാർത്ഥത്തിൽ ആഭ്യന്തര സമ്പദ്ഘടനയെ പുഷ്ടിപ്പെടുത്താനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഈ പ്രതിസന്ധിയിൽ കൂടെ കൂടുതൽ രൂക്ഷമാകാൻ പോവുകയാണ് എന്നാണ് സംഭവങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നത്. ഇവിടെ ഗവൺമെന്റ്
കോലാനി ബൈപ്പാസ് ജംഗ്ഷൻ പൊടിയിൽ മുങ്ങുന്ന നടപടിയിൽ നിന്ന് PWD പിന്തിരിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. റോഡ് നിർമ്മാണം ആരംഭിച്ച് കൊല്ലങ്ങൾ പിന്നിട്ടിട്ടും കോലാനി ജംഗ്ഷനിൽ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും ദുരിതം തുടർക്കഥയാവുകയാണ്. വേനൽക്കാലത്ത് പൊടിയും മഴക്കാലത്ത് ചെളിയും നിറഞ്ഞ അവസ്ഥയിലാണ് ജംഗ്ഷനെന്ന് നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർ R. ഹരി പറഞ്ഞു. ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണേണ്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമായില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കവലയിൽ പൊടി അല്ലെങ്കിൽ ചെളി, മഴക്കാലത്ത് ചെളി കാരണം ഇവിടെ ഇരിക്കാൻ പാടില്ല, വേനലായാൽ പൊടി. ഇപ്പോൾ ഇവിടെ കച്ചവടക്കാരും ബസ് കാത്തു നിൽക്കുന്നവരും ഓട്ടോ തൊഴിലാളികളുമെല്ലാം മാസ്ക് ധരിച്ചാണ് ഈ വേനൽ ആരംഭിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുന്നത്. അതിന് ഉള്ള കുഴികൾ അടയ്ക്കുവാനൊന്നും PWD തയ്യാറാകുന്നില്ല. അവർ വന്ന് കഴിഞ്ഞ ആഴ്ചയും ഇവിടെയുള്ള ചായക്കടയുടെ എല്ലാം പുറകിലുള്ള വേസ്റ്റ് വാരിയിട്ട് കുഴി അടയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അത് ഒരു കാരണവശാലും ഇനി അംഗീകരിക്കാൻ കഴിയുകയില്ല. ഈ നിലപാട് PWD തുടരുകയാണെങ്കിൽ ഒരാഴ്ച സമയം ഇവിടുത്തെ പൗരജനങ്ങൾ കൊടുക്കുകയാണ്. അടുത്തയാഴ്ച റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് ഞങ്ങൾ നിർബന്ധിതരാകും എന്ന് അധികാരികളെ ഓർമ്മപ്പെടുത്തുകയാണ്. കോലാനി ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരിക്കുന്ന ട്രാഫിക് ഐലൻഡിന്റെ വലിപ്പം കുറയ്ക്കണമെന്ന ഒരു സംഘടനയുടെ ആവശ്യം PWD അംഗീകരിക്കരുതെന്ന് R. ഹരി ആവശ്യപ്പെട്ടു. നാറ്റ്പാക് പഠനം നടത്തി നിശ്ചയിച്ചിട്ടുള്ള വിധത്തിലാണ് ജംഗ്ഷൻ വികസനം നടത്തിയിട്ടുള്ളത്. ഐലൻഡിന്റെ വലിപ്പം കുറച്ചാൽ നിയമം ലംഘിച്ചുള്ള ഓവർടേക്കിങ്ങും അപകടവും തുടർക്കഥയാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചില കടലാസ് സംഘടനകളാണ് ഈ ആവശ്യത്തിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ ഒരു കടലാസ് സംഘടന 2-3 ദിവസം മുമ്പ് ഈ ജംഗ്ഷനിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ചതും ഗതാഗത നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ട്രാഫിക് ഐലൻഡ് അശാസ്ത്രീയമാണെന്നും അതിൻ്റെ റൗണ്ട് കുറയ്ക്കണമെന്നും ഒക്കെയുള്ള വാദഗതികളാണ് അവർ നിരത്തിയത്. അത് ചീപ്പായ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അവർ നടത്തിയ ഒരു വാചക കസർത്ത് എന്നതിനപ്പുറം ഞങ്ങൾക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡൽഹി ആസ്ഥാനമായിട്ടുള്ള നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻറ്റർ, നാറ്റ്പാക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന ട്രാഫിക് പരിഷ്കാരങ്ങളെക്കുറിച്ച് റിസർച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന, നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. കോലാനി പോലുള്ള ഒരു വലിയ ജംഗ്ഷന് വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു പ്ലാനാണ് PWD നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു റിഹേഴ്സലാണ് കട്ട വെച്ചുകൊണ്ട് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച 2 കാര്യം, ജംഗ്ഷൻ വലുതാണെങ്കിലും വണ്ടി കടന്നു പോകുന്ന വാഹന ഗതാഗതത്തിനുള്ള ആ സൗകര്യം ഒന്ന് പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ ഇവിടെ ഹൈ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ ഈ ജംഗ്ഷനിൽ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് രണ്ടും നിയന്ത്രിക്കാനാണ് വലിയ ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ചത്. ഏതാനും ചില കടലാസ് സംഘടനകളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അതിന് മാറ്റം വരുത്തരുത് എന്നാണ് കോലാനി നിവാസികൾക്ക് പറയുവാനുള്ളത്. RTO ഓഫീസുകളിൽ പേയ്മെന്റ് സംവിധാനം കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതായി തൊടുപുഴ ജോയിന്റ് RTO ബാബു പീറ്റർ പറഞ്ഞു. വാഹനങ്ങളുടെ രജിസ്ട്രേഷനും 15 വർഷം കഴിഞ്ഞവയുടെ ടാക്സും മാത്രമാണ് പേയ്മെന്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനമുള്ളവർക്ക് സ്വന്തം നിലയിലും അല്ലാത്തവർക്ക് അക്ഷയ കേന്ദ്രം വഴിയും RTO ഓഫീസുമായുള്ള പണമിടപാടുകൾ നടത്താം. പ്രാഥമികമായി ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സംവിധാനം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതായും വാഹന ഉടമകൾക്ക് സമയലാഭം ഉണ്ടാകുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രീ ഋഷിരാജ് സിംഗ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി വന്നതിന് ശേഷമാണ് ഇവിടെ പേയ്മെൻറ്റ് വളരെ കമ്പൽസറി നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് RTO ഓഫീസുകളിൽ കയറിറങ്ങി ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഓൺലൈൻ പേയ്മെൻറ്റ് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടും നെറ്റ് സർവീസുള്ള ആർക്കും വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അക്ഷയ സെൻറ്ററുകളിൽ സമീപിച്ച് അക്ഷയ സെൻറ്റർ വഴി ആപ്ലിക്കേഷൻ അയക്കുകയും ഫീസ് അടയ്ക്കുകയും ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ
വലിയ പ്രശ്നമില്ലാതെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. 26-ാം തീയതി മുതൽ കൃത്യമായിട്ടും ഈ പേയ്മെൻറ്റുകളുമായി മാത്രമേ ആർട്ടിഫിഷ്യൽ പേയ്മെൻറ്റുകൾ അയക്കാൻ പറ്റുന്നുള്ളൂ. പെർമിറ്റ് പുതുക്കുക, പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും പെർമിറ്റ് പുതുക്കുന്നതിനും മാത്രം ഓഫീസുകളിൽ ഫീസ് എടുക്കുന്നതായിരിക്കും. ഹെൽമറ്റ് വേട്ട കർശനമായതോടെ കച്ചവടക്കാർക്ക് ചാകരക്കാലമായി. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം ഹെൽമറ്റ് വാങ്ങാൻ എത്തുന്നവരുടെ തിരക്കാണുള്ളത്. ഹെൽമറ്റ് നിർബന്ധമാക്കി കോടതി ഉത്തരവ് വന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഇപ്പോഴത്തെ തിരക്ക്. ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്രവാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദു ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ആവശ്യക്കാർ ഏറിയത്. 450 രൂപ മുതൽ 2000 രൂപ വരെ വിലയുള്ള ഹെൽമറ്റുകളാണ് വിപണിയിലുള്ളത്. ഗുണനിലവാരത്തെക്കാളേറെ വില നിലവാരമാണ് ഇപ്പോൾ ഹെൽമറ്റ് വാങ്ങാനെത്തുന്നവരെ സ്വാധീനിക്കുന്നതെന്ന് കച്ചവടക്കാർ പറയുന്നു. കുറഞ്ഞ വിലയുടെ ഹെൽമറ്റുകളോടാണ് വാങ്ങാനെത്തുന്നവർക്ക് പ്രിയം കൂടുതൽ. എന്നാൽ ISI മുദ്രയില്ലാത്ത ഹെൽമറ്റ് ധരിക്കുന്നവർക്ക് നിയമപരിരക്ഷ ലഭിക്കുന്നില്ല. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ അനധികൃത വാഹന പാർക്കിംഗ് നടത്തിയവർ കുരുങ്ങി. സിവിൽ സ്റ്റേഷന്റെ പോർച്ചിൽ വരെ 2 വീലറുകൾ പാർക്ക് ചെയ്തതോടെയാണ് അനധികൃത പാർക്കിങ്ങുകാർക്കെതിരെ നടപടിയെടുത്തത്. തഹസീൽദാരുടെ വാഹനം എത്തുന്നതിന് മുൻപ് തന്നെ പോർച്ച് ഇരുചക്ര വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇവ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ തഹസീൽദാരുടെ വാഹനം പാർക്ക് ചെയ്തത്. അനധികൃത പാർക്കിംഗുകാരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വാഹനങ്ങളിൽ നോട്ടീസ് പതിപ്പിക്കുകയായിരുന്നു. അനധികൃത പാർക്കിങ്ങിന്റെ മറവിൽ നേരത്തെ ഇവിടെ വാഹനമോഷണങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അണ്ടർ വാല്യുവേഷൻ കോമ്പൗണ്ടിംഗ് പദ്ധതി അനുസരിച്ചുള്ള അദാലത്ത് ഈ മാസം 27-ന് തൊടുപുഴ, കാരിക്കോട്, അറക്കുളം സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നടക്കും. വില കുറച്ചു കാട്ടി രജിസ്ട്രേഷൻ നടത്തിയതിന് നടപടി നേരിടുന്ന വസ്തു ഉടമകൾക്ക് നിശ്ചിത തുക അടച്ച് നടപടികൾ ഒഴിവാക്കുന്നതിനുള്ള അവസരമാണ് കോമ്പൗണ്ടിംഗ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. തൊടുപുഴ നഗരസഭയിൽ വസ്തുനികുതി ഇളവ് ലഭിക്കേണ്ട വിമുക്ത ഭടന്മാർ ഏപ്രിൽ 10-നുള്ളിൽ അപേക്ഷ സത്യവാങ്മൂലം സഹിതം സമർപ്പിക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ഇടുക്കി ജില്ലാ സമ്മേളനം 27-ന് 2 മണിക്ക് തൊടുപുഴ BMS ഭവനിൽ ചേരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റബ്ബർ റോളറുകളിൽ മോട്ടോർ ഘടിപ്പിച്ചതിന്റെ പേരിൽ KSEB ഉദ്യോഗസ്ഥർ കർഷകരെ പീഡിപ്പിക്കുന്നതായി കർഷക യൂണിയൻ M. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETO നേതൃത്വത്തിൽ അധ്യാപകരും സംസ്ഥാന ജീവനക്കാരും തൊടുപുഴയിൽ കൂട്ടധർണ നടത്തി. കോലാനി ബൈപ്പാസ് ജംഗ്ഷൻ പൊടിയിൽ മുങ്ങുന്ന നടപടിയിൽ നിന്ന് PWD പിന്തിരിയണമെന്ന് നാട്ടുകാർ. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നമസ്കാരം.